ഇത്രയും വർഷം കോൺഗ്രസിനോടൊപ്പമായിരുന്നു കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഈ പ്രാവശ്യം കോൺഗ്രസിനോടൊപ്പം എനിക്ക് BJP വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മനുഷ്യരെ സ്നേഹിക്കുന്നവർ വരിക. എനിക്ക് അതേപോലെ ചാക്കിട്ട് കൊടുത്തതിന് മുന്നേ നിൽക്കുന്നതാണ് BJP-ക്കാർ. എടുക്കത്തില്ല. ഞാൻ പക്ക ഇടതുപക്ഷക്കാരൻ. ഇടതുപക്ഷം എവിടെ ആലോചിക്കും. കേന്ദ്രമായാലും കേരളമായാലും ഒരു അമ്മ പറ്റ മക്കളെ പോലെ ഒരുപാട് പ്രാവശ്യം എടുത്തല്ലേ, കണ്ടില്ലേ നമ്മള്. ഒരു രക്ഷയില്ല. രാജ്യം മറ്റൊരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ആര് കേരളം പിടിക്കും, അതോ താമര വിരിയുമോ? ജനാഭിപ്രായങ്ങളിലേക്ക്. കേരളം കോൺഗ്രസിനോടൊപ്പം നിൽക്കുമെന്ന് കരുതുന്നു. കോൺഗ്രസിനോടൊപ്പം എന്താണ് അതിന് കാരണമായി തോന്നുന്നത്? ഇത്രയും വർഷം കോൺഗ്രസിനോടൊപ്പമായിരുന്നു കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഈ പ്രാവശ്യം കോൺഗ്രസിനോടൊപ്പം തന്നെ. യെസ്. തൃശ്ശൂർ സുരേഷ് ഗോപി അങ്ങ് എടുക്കുമോ? സംശയമാണ്. വ്യാപകമായിട്ട് പറയപ്പെടുന്നു തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുവാന്ന്. പക്ഷേ തൃശ്ശൂരിലെ ജനം സുരേഷ് ഗോപിയുടെ നിൽക്കുമോ? അത് സുരേഷ് ഗോപി ഇല്ലേ പറഞ്ഞത് ഞാൻ എടുക്കും. ജനങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് വിധി വരുമ്പം എന്ത് പറയുന്നു? അല്ല, എങ്കിലും ഒരു പുതിയ വോട്ടുണ്ടോ? വോട്ടറാണോ? അല്ല, ആയിട്ടില്ല. എങ്കിലും അഭിപ്രായം ഒരഭിപ്രായവും ഇല്ല. എനിക്ക് BJP വരണമെന്നാണ് ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്ത് BJP ജയിക്കുമോ? ജയിച്ചാൽ നല്ലായിരുന്നു. പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കുന്നു. തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമോ? സുരേഷ് ഗോപി വരണമെന്നുള്ളതാ എനിക്കിഷ്ടം. ആഗ്രഹിക്കുന്നു. മനുഷ്യരെ സ്നേഹിക്കുന്നവർ വരിക. എനിക്ക് അതേപോലെ ആൻസറാണ്. കാരണം ഇപ്പം ആരും അങ്ങനെ നോക്കുന്നില്ല. രാഷ്ട്രീയം അവരവരെ ഇതിന് വേണ്ടിയിട്ട് അവരവർ ജനങ്ങളെ സ്നേഹിക്കുന്നവർ അധികാരത്തിൽ വരുന്നതാണ്. അതെ. അപ്പോൾ ഇതുവരെ ജനങ്ങളെ സ്നേഹിക്കാത്തവരാണോ അധികാരം പങ്കിട്ടത്? അങ്ങനെ ഇപ്പം തോന്നി തുടങ്ങുന്നു. എന്താണ് അതിന് കാരണം? കാരണം അതെല്ലാവർക്കും അറിയാമല്ലോ കാരണങ്ങളൊക്കെ. പിന്നെ എല്ലാവരും തുറന്ന് പറയുന്നില്ല. അത്രേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനാണ് മുൻതൂക്കം. കോൺഗ്രസ് അധികാരത്തിൽ വരുമോ രാജ്യത്ത്? സംശയമാണ്. ആർക്കാണ് ചാൻസ്? BJP തന്നെയാണ് വീണ്ടും വരാൻ ചാൻസ്. ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് വരുമെന്നാണോ? എങ്ങനെ കേരളത്തിൽ 20 സീറ്റ് കിട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. ഇല്ല. ഇപ്പൊ തന്നെ നിതീഷ് കുമാർ മാറിയില്ലേ? മറുകണ്ഠം ചാടിയില്ല. മെയിൻ നേതാവല്ലേ? അയാളായിരുന്നല്ലോ ഇന്ത്യ മുന്നണിയുടെ നേതാവ്. അതെ. പുള്ളിയുടെ ചാടിയപ്പോൾ ഞാൻ നോക്കിയിട്ട് യാതൊരുവിധ ചാൻസും ഇല്ല. ഇനിയും പോവോ അങ്ങോട്ട് ആരെങ്കിലും? അല്ല, ഈ ഇന്ത്യ മുന്നണിയിൽ നിന്നും NDA മുന്നണിയിലേക്ക് ഈ നിൽക്കുന്നവരിൽ ആരെങ്കിലും പോകാൻ ചാൻസ് ഉണ്ടോ? അതിപ്പോ നമുക്കങ്ങനെ കൃത്യമായിട്ട് രാഷ്ട്രീയ വിഷയം ഒരു വിലയിരുത്തലാവാമല്ലോ. അങ്ങനെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുന്നത്? പോകാൻ ചാൻസ് കാണുമായിരിക്കും. ഉണ്ട്. ചാക്കിട്ട് കൊടുത്തതിന് മുന്നേ നിൽക്കുന്നതാണ് BJP-ക്കാർ. കച്ചവടത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ പോകാൻ അവർ കാശ് കൊടുത്ത് എന്ത് രീതിയിലും നോക്കുന്ന ആൾക്കാരാണ് അവർ. പലരെയും വിലയ്ക്ക് വാങ്ങുന്നതാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു കാര്യം, തൃശ്ശൂർ BJP സുരേഷ് ഗോപി അങ്ങ് എടുക്കുമോ? സംശയമാണ്. ഇവിടെ നടക്കുക. എടുക്കത്തില്ല. ഞാൻ പക്ക ഇടതുപക്ഷക്കാരൻ. ഇടതുപക്ഷം എവിടെ ആലോചിക്കുള്ളൂ. തൃശ്ശൂർ. കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും ഇടതുപക്ഷം? അത് പറയാൻ പറ്റില്ല. വളരെ ഭൂരിപക്ഷം കിട്ടും. അത്ര പറയാൻ കിട്ടും. പക്ഷേ ഇന്ത്യയിൽ രാജ്യത്ത് ആര് ഭരിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് പറയാൻ കഴിയില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പില് ആരായിരിക്കും ജയിക്കുക? ആർക്കറിയാം? ദൈവത്തിനറിയാം. എനിക്കറിഞ്ഞൂടാ. അറിയില്ല. തീർച്ചയായിട്ടും കോൺഗ്രസിന് തന്നെ സാധ്യത ഉള്ളത്. ഇത് അത്രയ്ക്കുള്ള ഭരണമല്ലേ ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. കേന്ദ്രത്തിലെ ഭരണത്തിൽ എല്ലാവരും ആകെ അതൃപ്തരാണല്ലേ? തീർച്ചയായിട്ടും. എന്താണ് അതിന് കാരണം? നമ്മുടെ ഇവിടുത്തെ തന്നെ കാര്യങ്ങൾക്ക് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതിന് കേന്ദ്രത്തിലെ വിലവർദ്ധനവാണോ അതല്ല വർഗീയതയാണോ? വർഗീയതയുണ്ട്, വിലവർദ്ധനവുമുണ്ട്. എങ്ങനെ നോക്കിയാലും കേന്ദ്രമായാലും കേരളമായാലും ഒരു അമ്മ പറ്റ മക്കളെ പോലെ വരികയാണ്, മത്സരിച്ച് വരികയാണ്. തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അതൊന്നും ഒരിക്കലും ഇല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF. അത് തന്നെയാണ് സാധ്യത. UDF-ന് എത്ര സീറ്റ് വരെ കിട്ടും? അതൊന്നും ഇപ്പോഴത്തെ പോക്കനുസരിച്ച് മുഴുവൻ സീറ്റും കിട്ടുമെന്നാണ് തോന്നുന്നു. ഇടതുപക്ഷത്തിന് വലിയ സാധ്യതയില്ലേ? അപ്പോൾ ഇടതുപക്ഷത്തിന് ഇനി ഒരു ചാൻസും ഇല്ല. ഒന്നാമത് ഇപ്പോൾ തന്നെ ആകെ തികഞ്ഞിരിക്കുകയാണ് മൊത്തത്തിൽ. ഒരു സംവിധാനം ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത്.
കൂലിപ്പണി പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സാമ്പത്തികമായ വലിയ ക്രൈസിസിലാണ് നമ്മളെല്ലാവരും. എല്ലാവരും കൂലിപ്പണി പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രധാനമായിട്ടും അനുഭവിക്കുന്നത് ഈ ഇടത്തരക്കാരാണ് അനുഭവിക്കുന്നത്. അപ്പം മിഡിൽ ക്ലാസ്സിൽ ഹൈ ക്ലാസ്സിൽ ജീവിക്കുന്നവരും നല്ല വൃത്തിയിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ലോയിൽ പോകുന്നവരും അവർ അതേ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സംബന്ധിച്ച് മീഡിയം പരുവത്തിൽ ജീവിച്ചു പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എല്ലാ മേഖലയും അതാണ് അവസ്ഥ. കേരളത്തിന് LDF തീർച്ചയായിട്ടും. LDF 20 സീറ്റ് ജയിക്കുമോ? 20 സീറ്റ് ജയിച്ചില്ലെങ്കിലും ഏറെക്കുറെയൊക്കെ പിടിക്കും. BJPക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യത. സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുമെന്നൊക്കെ പറയുന്നു. തൃശ്ശൂർ അയാൾക്ക് പോയി കിട്ടും അത്ര തന്നെ. എടുക്കാൻ സാധ്യതയില്ല. ഒരു സാധ്യതയില്ല. കഴിഞ്ഞ തവണയും പറഞ്ഞു ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. ഒരുപാട് പ്രാവശ്യം എടുത്തല്ലേ, കണ്ടില്ലേ നമ്മള്. രക്ഷയില്ല. എല്ലാവരും ജയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കൂ. മനുഷ്യത്വമുള്ളവരൊക്കെ ജയിക്കട്ടെ എന്നാണ്. അങ്ങനെയാണ്. മനുഷ്യത്വമുള്ളവരൊക്കെ ജയിക്കട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ആർക്കൊപ്പമെന്ന വിലയിരുത്തലിൽ പല വിലയിരുത്തലുകളും ഉണ്ടായി. ആരാണ് ജയിക്കുക, ആരാണ് മുന്നിൽ നിൽക്കുക എന്നുള്ളത് ജനവിധി വരുന്നതുവരെ കാത്തിരിക്കാം. എന്നാൽ മനുഷ്യത്വമുള്ളവർ ജയിച്ചു വരട്ടെ എന്നതാണ് പലരുടെയും അഭിപ്രായം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.